ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ 26/2/2020 മഞ്ചേരി FM-ൽ അവതരിപ്പിച്ച എൻ്റെ ഗാനം പരിപാടി യൂട്യൂബിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിരുന്നു, ആ പരിപാടിയുടെ റെക്കോർഡിംഗ് ഉണ്ടോ, അത് വാട്സപ്പിലൂടെ ഒന്ന് അയച്ചു തരുമോ എന്ന്. പക്ഷേ വാട്സപ്പിലൂടെ അതൊരിക്കലും അയച്ചു കൊടുക്കാൻ കഴിയില്ല, കാരണം അത് MB കൂടുതലാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് എഡിറ്റ് ചെയ്ത് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഗാനം. എൻ്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് റേഡിയോ ശ്രോതാവായ സുലൈമാൻ സി കാട്ടുമുണ്ട മാരമംഗലമാണ്. കഴിഞ്ഞ 1.5 ദശാബ്ദമായി നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നു. കുറച്ചുകാലം തയ്യൽ തൊഴിലാളിയായി ഗൾഫിലും പണിയെടുത്തിട്ടുണ്ട്. സുലൈമാൻ സി കാട്ടുമുണ്ട മാരമംഗലത്തിന്റെ ഇഷ്ടഗാനങ്ങൾ ഇതാ. നമസ്കാരം ശ്രോതാക്കളെ. മഞ്ചേരി FM-ന്റെ ഒട്ടുമിക്ക ശ്രോതാക്കൾക്കും എന്നെ അറിയാം. അറിയാത്തവർക്കായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. നിലമ്പൂരിനും വണ്ടൂരിനുമിടയിലെ കാട്ടുമുണ്ട മാരമംഗലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ജന്മദേശം മൂത്തേടം പഞ്ചായത്തിലെ മേലെ ചമ്മന്തിട്ടയിലാണ്. മഞ്ചേരി FM തുടക്കം മുതൽ കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. കത്തുകളിലൂടെയും ഫോണിൻ പരിപാടികളിലൂടെയും സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്ന ഒരു ശ്രോതാവാണ്. ജന്മദേശവും താമസ സ്ഥലവും രണ്ടാണെങ്കിലും കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ ഞാനേറെ അഭിമാനിക്കുന്നു. കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യവും പ്രകൃതി ഭംഗിയും വിവരിക്കുന്ന ഒരു ഗാനത്തിലൂടെ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. കേരളം 1981 കാലഘട്ടത്തിലാണ് ആദ്യമായി റേഡിയോ ഞങ്ങളുടെ വീട്ടിലെത്തുന്നത്. കൊച്ചിയിലെ ഒരു മതസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജ്യേഷ്ഠൻ ബാപ്പയ്ക്ക് സമ്മാനിച്ചതായിരുന്നു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 3 ബാൻഡുള്ള റേഡിയോ. അടുത്ത വീടുകളിലൊന്നും അന്ന് റേഡിയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ആഘോഷമായിരുന്നു ആ റേഡിയോയുടെ വരവ്. അക്കാലത്ത് റേഡിയോ ഉപയോഗിക്കാൻ ലൈസൻസ് ആവശ്യമായിരുന്നു. വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള എടക്കരയിലെ പോസ്റ്റ് ഓഫീസിലേക്ക് ലൈസൻസ് അടക്കാൻ പോകുമ്പോൾ ഞാനും ബാപ്പയുടെ കൂടെ പോകുമായിരുന്നു. പുന്നപ്പുഴയുടെ ഓളങ്ങളെ വകഞ്ഞു മാറ്റി നീങ്ങുന്ന തോണിയിലെ യാത്രയും ആ കാലഘട്ടവും ഓർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന പാട്ടാണ് മയൂഖം എന്ന ചിത്രത്തിലെ ചിത്രപാടിയ ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലർക്കാവും എന്ന ഗാനം. ആ ഗാനം കേൾക്കാം നമുക്കിനി. പാട്ടുകളോടുള്ള എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കൽപ്പറ്റയിലുണ്ടായിരുന്ന ഇന്ന് ഞങ്ങളുടെ കൂടെയില്ലാത്ത എൻ്റെ കൊച്ചാപ്പ കുട്ടി ഹസനെ മറക്കാൻ കഴിയില്ല. വർഷത്തിലൊരിക്കൽ കുടുംബസമേതം ഞങ്ങളുടെ തറവാട്ട് വീട്ടിലേക്ക് വിരുന്നിന് വരുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ആ സന്തോഷം ഇരട്ടിയാകുന്നത് കൊച്ചാപ്പയുടെ ബാഗ് തുറന്ന് പുറത്തെടുക്കുന്ന ടേപ്പ് റെക്കോർഡർ കാണുമ്പോഴാണ്. 6 വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കിടത്തി വെച്ച് ഉപയോഗിക്കുന്ന ടേപ്പ് റെക്കോർഡറിൽ നിന്ന് ഒഴുകി വരുന്ന പഴയ സിനിമാ ഗാനങ്ങൾ ഇന്നും മായാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ആദ്യമായി കേട്ട ഗാനമാണ് മണിയറ എന്ന ചിത്രത്തിലെ മിഴീണ ഞാൻ അടയ്ക്കുമ്പോൾ എന്ന ഗാനം. അതൊന്ന് കേട്ടാലോ നമുക്ക്. റേഡിയോയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഏറെയുണ്ടെങ്കിലും ഓർക്കുമ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന ഒരു അനുഭവം കൂടി എനിക്ക് പറയാനുണ്ട്. കോഴിക്കോട് ആകാശവാണി സന്ദർശിച്ചതായിരുന്നു ആ അനുഭവം. നിലമ്പൂരിലെ തുണിക്കടയിൽ ടൈലറായി ജോലി ചെയ്യുന്ന കാലം. കടയിൽ മുടങ്ങാതെ ഞങ്ങൾ റേഡിയോ കേൾക്കുമായിരുന്നു. ഒരു വ്യാഴാഴ്ച വൈകുന്നേരം മുതിർന്ന ശ്രോതാവായ മൂത്തേടം മുഹമ്മദ് ക വിളിച്ചെന്നോട് പറഞ്ഞു, നാളെ രാവിലെ ഞാനും പരിയാരത്ത് ബാപ്പുട്ടിയും കോഴിക്കോട് ആകാശവാണിയിൽ പോകുന്നുണ്ട്, നീ വരുന്നോ എന്ന്. ഒട്ടും ആലോചിക്കാതെ ഞാൻ വരാമെന്ന് ഏറ്റു. അതിരാവിലെ ഞാൻ കുളിച്ചൊരുങ്ങി വടപുറം ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നു അവർ വരുന്ന ബസ്സും നോക്കി. ഏതാനും സമയം കാത്തിരുന്നതിന് ശേഷം അവർ കയറിയ ബസ് എൻ്റെ മുന്നിൽ വന്നു നിന്നു. ഞാനും പരിയാരത്ത് ബാപ്പുട്ടിയും മുഹമ്മദ് കയും കൂടി അങ്ങനെ കോഴിക്കോടിന് പോയി. ഒരുപാട് സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു അത്. ആദ്യമായി ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമ സ്ഥാപനം സന്ദർശിക്കാൻ പോകുന്ന ഒരു സന്തോഷവും ജിജ്ഞാസയും എൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ടായിരുന്നു. രാവിലെ 10:30 മണിക്ക് കോഴിക്കോട് ആകാശവാണിയിലെത്തുമ്പോൾ
അന്നത്തെ ഹിറ്റ് പ്രോഗ്രാമായ ഹലോ ഇഷ്ടഗാനം നടക്കുകയായിരുന്നു. RK എന്ന് എല്ലാവരും വിളിക്കുന്ന R കനകാമരൻ സാറായിരുന്നു ആ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നത്. പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ RK എന്നെ പരിചയപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാറിൽ ഭിന്നശേഷിക്കാരിയായ ഒരു ശ്രോതാവിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. യാത്രക്കിടെ ജുമുഅ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ഒരു പള്ളിയുടെ മുന്നിൽ ഞങ്ങളെ മൂവരെയും ഇറക്കി നമസ്കാരം കഴിയുന്നതുവരെ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. ആ ശ്രോതാവിന്റെ വീട്ടിലെത്തി കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ആ കുട്ടി RKയോടൊരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. യാതൊരു മടിയുമില്ലാതെ അദ്ദേഹം ആ കുട്ടിക്ക് ഒരു പാട്ട് പാടിക്കൊടുത്തു. എനിക്കേറെ ഇഷ്ടമുള്ള ഒരു ഗാനമായിരുന്നു അത്. യുദ്ധകാന്ഡം എന്ന സിനിമയിലെ ONV കുറിപ്പ് രചിച്ച് RKയുടെ അച്ഛൻ സംഗീതം നൽകി ദാസേട്ടൻ പാടിയ ശ്യാമസുന്ദര പുഷ്പമേ എന്ന ഗാനം, ആ ഗാനമാവട്ടെ എൻ്റെ ഇഷ്ടഗാനങ്ങളിൽ അടുത്തത്. കുട്ടിക്കാലത്ത് 10-16 വയസ്സുള്ളപ്പോൾ ഒരു ബന്ധു വീട്ടിലെ ബാധയൊഴിപ്പിക്കൽ ചടങ്ങിൽ പങ്കെടുത്തതാണ്. അന്ന് പേടിപ്പെടുത്തുന്നതും ഇന്ന് രസകരവുമായി തോന്നുന്ന ഒരു അനുഭവം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രി 12 മണിക്ക് മന്ത്രവാദി എന്നെയും ജ്യേഷ്ഠൻ മജീദിനെയും വിളിച്ച് ബാധയെ ആവാഹിച്ച കരിക്ക് കയ്യിൽ തന്നിട്ട് ഇത് പുഴയിൽ കൊണ്ടുപോയി ഇടണമെന്ന് പറഞ്ഞു. പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല, പോയ വഴിയെ തിരിച്ചു വരാനും പാടില്ല എന്ന നിർദ്ദേശവും നൽകി. അഥവാ തിരിഞ്ഞു നോക്കിയാൽ ബാധ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പേടി വർദ്ധിച്ചു. കുട്ടിത്തം വിടാത്ത ഞാനും ജ്യേഷ്ഠനും പരസ്പരം കണ്ണിൽ നോക്കി. ജ്യേഷ്ഠൻ്റെ ധൈര്യത്തിൽ പോകാമെന്നേറ്റു. ഡൈനാമോ ഫിറ്റ് ചെയ്ത ജ്യേഷ്ഠൻ്റെ സൈക്കിളിൽ കരിക്ക് ഭദ്രമായി വെച്ച് ജ്യേഷ്ഠൻ മുന്നിലും എൻ്റെ സൈക്കിളിൽ ഞാൻ പിറകെയും 3 കിലോമീറ്റർ അകലെയുള്ള പുന്നപ്പുഴ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. കുണ്ടും കുഴിയുമുള്ള റോഡുകൾ കടന്ന് പുഴയിലേക്കുള്ള എളുപ്പവഴിയായ ഒറ്റയടിപ്പാതയിലൂടെ പോകവേ പാതയുടെ ഓരത്തുള്ള പഴയ തറവാട്ടിൽ നിന്ന് ഒരു അൾഷേഷൻ പട്ടി കുരച്ചുകൊണ്ട് ഞങ്ങളുടെ സൈക്കിളിന് പിന്നാലെ കൂടി. മുന്നിൽ പോകുന്ന ജ്യേഷ്ഠൻ സൈക്കിൾ ആഞ്ഞു ചവിട്ടുന്നതിനിടയിൽ എന്നോട് തിരിഞ്ഞു നോക്കണ്ട എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എൻ്റെ സൈക്കിളിന് തൊട്ടുപിറകെയുണ്ടായിരുന്ന പട്ടി പിന്നീട് പിൻവാങ്ങി. കരിക്ക് ഒരുവിധം പുഴയിലിട്ട് മറ്റൊരു വഴിയിലൂടെ പോരുമ്പോഴും പേടി മാറിയിരുന്നില്ല. ആ സംഭവം ഓർക്കുമ്പോൾ അനന്തഭദ്രം എന്ന സിനിമയിലെ ഗാനം ഓർമ്മ വരുന്നു. അടുത്തതായിട്ട് നമുക്ക് ആ ഗാനം കേൾക്കാം. ഗ്രഹാതുരത്വമുണർത്തുന്ന ഓർമ്മകൾ ഏറെയുണ്ടെങ്കിലും ഗ്രാമപശ്ചാത്തലം ഏറെയുള്ള ജന്മനാടായ മൂത്തേടത്തെ കുട്ടിക്കാല ഓർമ്മകളാണ് ഏറെയും മനസ്സിൽ തികട്ടി വരിക. പുതുമഴയായി പൊഴിയാം എന്ന ഗാനം ഓർമ്മ വരുന്നു. കേരളത്തിൻ്റെ കാർഷികോത്സവമായ വിഷു അടുത്തു വരുമ്പോൾ അയൽപക്കങ്ങളിലെ വീടുകളിൽ വിഷു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും പടക്കങ്ങളും പൂത്തിരികളുമൊക്കെയായി ഇല്ലായ്മയിലും ആഘോഷങ്ങളെ വരവേൽക്കുന്ന ആ സുന്ദര മുഹൂർത്തം ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഗാനമാണ് അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി ജയചന്ദ്രൻ, മനോ എന്നിവർ അതിമനോഹരമായി പാടിയ ഈ അടിപൊളി ഗാനം. നമുക്കതൊന്ന് കേൾക്കാം. കുട്ടിക്കാലത്തെ ഓർമ്മകളിലെ നല്ല ഓർമ്മയാണ് മാമ്പഴക്കാലത്ത് കാറ്റും മഴയും കഴിഞ്ഞുള്ള ശാന്തതയിൽ തറവാട്ടുതൊടിയിലെ മാവുകളിൽ നിന്ന് കാറ്റിൽ വീണ മാമ്പഴങ്ങൾ പെറുക്കി തിന്നുന്ന ഓർമ്മ. അതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. ജീവിതത്തിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത ആ നല്ല അനുഭവങ്ങൾക്ക് മേമ്പൊടിയേകുന്ന ഒരു ഗാനമാവട്ടെ അടുത്തത്. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ആ ഗ്രഹാതുരത്വമുണർത്തുന്ന മനോഹര ഗാനം നമുക്കൊന്ന് കേൾക്കാം. കുടുംബജീവിതം എന്താണെന്നറിയുന്നതിന് മുമ്പ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നയാളാണ് ഞാൻ. 1991 എൻ്റെ വിവാഹം നടന്നത്. എൻ്റെ 19ാമത്തെ വയസ്സിൽ. ഭാര്യ ചന്തക്കുന്ന് സ്വദേശി തനൂജ. ആ നല്ല നിമിഷങ്ങളുടെ ഓർമ്മയ്ക്കായി ഞാനേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല രചിച്ച് ജെറി അമൽദേവ് സംഗീതം നൽകി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന എക്കാലത്തെയും ഹിറ്റ് ഗാനം. അതൊന്ന് കേൾക്കാം നമുക്ക്.
കുട്ടിക്കാലത്ത് റേഡിയോ കേൾക്കുന്ന കൂട്ടത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3:30-ക്കുള്ള സിലോൺ പരിപാടികൾ കേൾക്കുന്ന പതിവുണ്ടായിരുന്നു എനിക്ക്. ആ പരിപാടിയിൽ നവദമ്പതികൾക്ക് ആശംസകൾ നേരുന്ന പാട്ടുകളും കേൾപ്പിക്കുമായിരുന്നു. അന്നത്തെ ആശംസാ ഗാനങ്ങളിൽ എനിക്കേറെ ഇഷ്ടമുള്ള ഗാനമായിരുന്നു സുജാത എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് രവീന്ദ്ര ജെയിൻ സംഗീതം നൽകി ആശാ ഭോസ്ലെ പാടിയ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന ഗാനം. ഈ ഗാനം കഴിഞ്ഞ ദിവസം വിവാഹിതനായ എൻ്റെ ബോസിൻ്റെ മകൻ തസ്ലീമിനും വധുവിനും വേണ്ടി സമർപ്പിക്കുന്നു. കൂട്ടത്തിൽ പുതിയതായി കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച എല്ലാ നവദമ്പതികൾക്കുമായി സമർപ്പിക്കുന്നു. റേഡിയോ പരിപാടികൾ കേട്ട പരിചയമല്ലാതെ പരിപാടികൾ അവതരിപ്പിച്ച് പരിചയമില്ലാത്ത എൻ്റെ അവതരണത്തിലെ പിഴവുകൾ ക്ഷമിച്ച് ഇത്രയും നേരം എന്നെ ശ്രവിച്ച പ്രിയപ്പെട്ട എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇഷ്ടമുള്ള ഗാനങ്ങളും അനുഭവങ്ങളും ഇനിയുമേറെയുണ്ടെങ്കിലും സമയപരിമിതിയിൽ നിർത്തുന്നു. എൻ്റെ ഗാനമെന്ന ഈ പരിപാടി അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന ഇന്നിൻ്റെ ജനകീയ മാധ്യമമായ മഞ്ചേരി FM-നും അണിയറയിലെ പ്രിയ താരങ്ങൾക്കും സാങ്കേതിക വിദഗ്ധർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സസ്നേഹം, സുലൈമാൻ സി കാട്ടുമുണ്ട, മാരമംഗലം. എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് റേഡിയോ ശ്രോതാവായ സുലൈമാൻ സി കാട്ടുമുണ്ട, മാരമംഗലം.